ഗായ്സ്, നമ്മുടെ സ്റ്റുവർട്ട് ലിറ്റിലിൻ്റെ കഥ നിങ്ങൾ മുന്നത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവില്ലേ? തിരിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ എൻ്റെ മനസ്സ് മാറിയിട്ടാ. കാരണം വേറെ ഒന്നുമല്ല, പണ്ട് എനിക്ക് ഇതുപോലത്തെ ഒരു അണ്ണാൻകുഞ്ഞുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹിച്ച് ഞാൻ വളർത്തിരുന്നത്. ലാസ്റ്റ് അവനെ ഒരു പൂച്ച പിടിച്ചുകൊണ്ട് പോവുക ചെയ്തേട്ടാ. കാരണം നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ കാട്ടും ശ്രദ്ധയോട് കൂടിയിട്ട് ഇതിനെ പിടിക്കാൻ പൂച്ചകൾ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെടുത്തിട്ട് ഒരു വേപ്പിൻ്റെ മരത്തുമ്പോൾ വെച്ചിട്ട് അവൻ അവിടെ അള്ളി പിടിച്ചിരിക്കുകയും ചെയ്തു. അവൻ്റെ അമ്മ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി ഒക്കെ ചാടിപ്പോയെങ്കിലും അവൻ്റെ അടുത്തേക്ക് വരാനോ അവനെടുത്ത് കൊണ്ടുപോകാനോ നോക്കിയില്ല. പാവം നമ്മുടെ സ്റ്റുവർട്ട് അവിടെ അള്ളി പിടിച്ചിരിക്കുക തന്നെയായിരുന്നു കേട്ടാ. ഒരുപാട് സമയം ഞാനിതിനെ എടുത്തു കൊണ്ടുപോകണമെന്നും കാത്തുന്നു. ലാസ്റ്റ് കൊണ്ടുപോകാണ്ടായപ്പോൾ ഞാൻ തന്നെ അവനെ തിരിച്ചെടുത്തു കേട്ടാ. എൻ്റെ കയ്യിൽ വന്നപ്പോൾ അവൻ വീണ്ടും ഹാപ്പി. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് മിറർ സെൽഫി ഒക്കെ എടുത്തു കേട്ടാ. അമ്മ എനിക്ക് നല്ല ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് സ്പെഷ്യലായിട്ട് നല്ല മത്തിയും അതുപോലെ തന്നെ പലിഞ്ഞീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി ഞാൻ ഒരു പിടിപിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ആൾ കൂടി എൻ്റെ പോക്കറ്റുള്ളിൽ കയറിയിട്ടാ. അവിടെ ആൾ സേഫായിട്ട് തോന്നുന്നു. അപ്പോഴേക്കും അണ്ണാൻകുഞ്ഞിനെ കിട്ടി വിവരറിഞ്ഞ് അവിടെ പിള്ളേഴ്സുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടാ. ഞാൻ എൻ്റെ പോക്കറ്റിലുണ്ട് അണ്ണാൻകുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ആൾ ആദ്യം ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ ധൈര്യം സമ്പാദിച്ചിട്ട് ആളെൻ്റെ പോക്കറ്റിൽ കൈയിട്ടു കേട്ടാ. കൈയിട്ടതും നമ്മുടെ അണ്ണാൻകുഞ്ഞ് അതിൽ നിന്ന് ചാടി ഓടി. അപ്പോഴേക്കും ഫുഡും കഴിച്ച് റെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ പണിക്കാരൻ തിരിച്ചു വന്നു കേട്ടാ. പക്ഷെ അവൻ മാത്രം തിരിച്ചു വന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം.